ലോകത്തിലെ ഏറ്റവും വലിയ ശതകോടീശ്വരന്മാരായ സ്പോർട്സ്മാൻ ലിസ്റ്റിൽ മെസ്സിയുടെ സ്ഥാനം ടോപ്പ് 4 പോലും അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. ദിസ് ഈസ് 50 ഡേയ്സ് 50 ടൈപ്പ് ബിസിനസ് സ്റ്റോറീസ് ഡേ 27. ഇതുപോലത്തെ ബിസിനസ് സ്റ്റോറീസിനായി ഇപ്പൊ തന്നെ ഫോളോ ചെയ്യും. ലിസ്റ്റിൽ ടോപ്പ് 4 നിൽക്കുന്നത് ലീബോൺ ജെയിംസ് എന്ന ബാസ്കറ്റ്ബോൾ ഇതിഹാസമാണ്. പ്രായം ഒരുപാട് കഴിഞ്ഞെങ്കിലും ഇദ്ദേഹത്തിന്റെ വരുമാനത്തിന് യാതൊരു കുറവുമില്ല. ഈ വർഷം 32.8 മില്യൺ US ഡോളേഴ്സ്, ഏകദേശം 1279 കോടി രൂപയാണ് സ്പോൺസർഷിപ്പിലൂടെയും കളികളിലൂടെയും അദ്ദേഹം ഉണ്ടാക്കിയത്. ടോപ്പ് 3 നിൽക്കുന്നത് ദ റിയൽ ഗോഡ് ഓഫ് വേൾഡ് ഫുട്ബോൾ ലിയണൽ ആന്ദ്രേസ് മെസ്സി. മെസ്സി ഈ വർഷം ഉണ്ടാക്കിയത് 140 മില്യൺ US ഡോളേഴ്സ് ആണ്. അത് ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് അത് ഏകദേശം 1347 കോടി രൂപ വരും. ഇന്റർ മിയാമിയുള്ള കരാറും മറ്റ് സ്പോൺസറിലൂടെയാണ് അദ്ദേഹം ഇത്രയും വലിയ വരുമാനം നേടിയത്. ലിസ്റ്റിൽ ടോപ്പ് 2 നിൽക്കുന്നത് ബോക്സിംഗ് താരമായ കാൻസലിയോ അൽവാരസ് ആണ്. ഈ വർഷം അദ്ദേഹം നേടിയത് 170 മില്യൺ US ഡോളേഴ്സ്, അതായത് ഏകദേശം 1420 കോടി രൂപ. കളിയിൽ നിന്നും മറ്റ് സ്പോൺസേഴ്സ് വഴിയുമാണ് ഇത്രയും വലിയ വരുമാനം അദ്ദേഹം ഉണ്ടാക്കിയത്. ടോപ്പ് 1 നിൽക്കുന്നത് അനദർ ഗോട്ട് ഇൻ വേൾഡ് ഫുട്ബോൾ, ദ ഗോളിംഗ് മെഷീൻ ഇൻ വേൾഡ് ഫുട്ബോൾ, മോസ്റ്റ് ഇൻസ്പയറിംഗ് പേഴ്സൺ ഇൻ വേൾഡ് ഫുട്ബോൾ, വൺ ആൻഡ് ഓൺലി ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ വർഷം അദ്ദേഹം ഉണ്ടാക്കിയത് 300 മില്യൺ അടുത്താണ്. അത് ഏകദേശം ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 2500 കോടി രൂപ. അൽനാസറായുള്ള കരാറും മറ്റ് സ്പോൺസേഴ്സും വഴിയാണ് ഇദ്ദേഹത്തിന് ഇത്രയും വലിയ വരുമാനം ഉണ്ടായത്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോർട്സ്മാൻ ആരാണെന്ന് താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.